ജംബോ സർക്കസ്. ഫുട്ബോൾ കളിക്കുന്ന ആനയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ സർക്കസ് ജംബോ സർക്കസ്. ആരിടാൻ? എടാ പൊട്ട, ട്യൂബ് ലൈറ്റിന്റെ നേരെ ഫ്രണ്ടിലോട്ട് നിന്നിലാണോ പുറകോട്ട് ട്യൂബ് ലൈറ്റ്? അത് മാത്രം കത്തിയില്ല. ജംബോ സർക്കസ്. ഒരു ട്യൂബ് ലൈറ്റ് ഇടാൻ അറിയാൻ മേല ദേ വരുന്നു. ട്യൂബ് ലൈറ്റ് മാറി തരുന്നതായിരിക്കും. ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ഇട്ട പുതിയ ട്യൂബ് ലൈറ്റും കത്തിയില്ല സുഹൃത്തുക്കളെ, കത്തിയില്ല. നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പം പറയും ഞാൻ ഈ എഞ്ചിനീയറിങ്ങിന് പഠിച്ചത് ഇതൊന്നും അല്ല എന്നൊരു ഡയലോഗ്. സ്വന്തം വീട്ടിലെ ട്യൂബ് പോലും അറിയാൻ സർക്കസ് കളിച്ചു. ഇതേ ലാഡർ ചെരിഞ്ഞ് ജസ്റ്റ്. ഈശ്വരാ, ഞാനിതാ പോരുന്നേ എൻ്റെ പൊന്ന് ജസ്റ്റ്. ഇത് അതാ ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒത്തിരി മുന്നോട്ട് വന്നു. ട്യൂബ് ലൈറ്റ് പുറകിലും. ചുമ്മാ അല്ല ജസ്റ്റ് അമേരിക്കൻ യൂറോപ്യൻ കൺട്രീസ് ഒന്നും പോയി സെറ്റിൽ ചെയ്യാത്ത ഒരു ട്യൂബ് ലൈറ്റ് പോലും സ്വന്തമായിട്ട് ഇടാൻ മേലാത്തത് കൊണ്ട് കത്തുമോ ഇല്ല നമുക്ക് നോക്കാം ഗായ്സ്. ട്യൂബിന് എന്ത് പറ്റി? അല്ല ഇട്ടതിൻ്റെ അല്ല, പണി അറിയാവുന്ന ആരെങ്കിലും വിളിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. ഞാൻ നോക്കണോ? അത് ഊരിയേ, ഞാൻ ഇട്ട് നോക്കാം ജസ്റ്റ്. ഇതിൽ അങ്ങോട്ട് തന്നെയല്ലേ കേറിയേ എന്റെ പൊന്നെ. ആ ഇത് ശരിക്കും ജംബോ സർക്കസ്. ആന മറ്റേ ഇറങ്ങി വല്ല സർക്കസുകാരും കണ്ടാ ജസ്റ്റ് കൊണ്ടുപോയി ജസ്റ്റ് ദേഷ്യം. ക്രിക്കറ്റ് കളിക്കുന്ന ആനയ്ക്ക്, പന്ത് കെട്ടുന്ന ആനയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന ട്യൂബ് ലൈറ്റ് ഇടുന്ന ആന. ട്യൂബ് ലൈറ്റ് ഇടുന്ന ആന സ്വന്തമായിട്ട് ട്യൂബ് ലൈറ്റ് പോലും ഇടാറത്തില്ല, കത്ത് പോയില്ല. എന്നിട്ട് കുറ്റം ലൈറ്റ് പോയതാന്ന്. ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്ന ഒരെണ്ണം പോയെന്ന് വിചാരിക്കും, രണ്ടും എങ്ങനെ കത്താഞ്ഞേ. ഇതാ നിങ്ങളുടെ വീട്ടിൽ ട്യൂബ് ലൈറ്റ് മാറാനുണ്ടെങ്കിൽ സമീപിക്കുക ജസ്റ്റിൻ ജോളി. ടോൾ ഫ്രീ നമ്പർ വേണേ പറഞ്ഞു ഇതിനടി ഞാൻ ടാഗ് ചെയ്യാം. പിന്നെ എനിക്കിതാണല്ലോ പണി. എന്നാ